good evening. Welcome back to Zen Learning. So, എന്താണ് എക്സാമിന്റെ ചൂടിലാണ് നമ്മുടെ മാരത്തോൺ ലൈവ് ഇങ്ങനെ തുടങ്ങാൻ നിൽക്കുകയാണ്. നമ്മൾ എല്ലാവരും റെഡി ആയിട്ടിരിക്കുകയാണ് അല്ലേ? യെസ്. സോ ബിഫോർ ബിഗിനിങ് ദാറ്റ് ലെറ്റ് മീ ഡു സം ക്വസ്റ്റ്യൻസ് ഫോർ യു. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ഉപകാരമുള്ള 2 ക്വസ്റ്റ്യൻസ് ആയിട്ട് മിസ് ഇവിടെ വന്നിരിക്കുന്നത്. സോ നോക്കാം, നമ്മൾ ഈ ഒരു പാഠത്തിൽ നിന്ന് എന്തായാലും നമ്മളോട് ഒരു സംഭാഷണം, ഒരു കൺവെർസേഷൻ ചോദിക്കാനുള്ള ചാൻസ് 99.9% എന്താണ് ഉണ്ട് അല്ലേ? അപ്പൊ നമ്മളെ സംബന്ധിച്ച് എന്താണ്, നമുക്ക് പ്രിപ്പയർ ചെയ്തിട്ട് പോയേ പറ്റൂ. വി ഹാവ് ടു പ്രിപ്പയർ അല്ലേ? ഇതിന് പിന്നെ ചോദിച്ചു നമ്മളെ സംബന്ധിച്ചൊരു വിഷയമല്ല, ബട്ട് വി ഹാവ് ടു പ്രിപ്പയർ. നമ്മളൊന്നും നമ്മളൊന്നും സ്കിപ്പ് ചെയ്യുന്നില്ല. അപ്പൊ ഇവിടുത്തെ ഒരു ചോദ്യം ഇതാണ്, നമ്മുടെ ദ ലിറ്റിൽ ബ്ലൂ എൻജിൻ ഹെൽഡ് ദ ലിറ്റിൽ ട്രെയിൻ ആൻഡ് ഷീ കണ്ടിന്യൂഡ് ദ ജേർണി. On the way, the little train happened to meet the shiny new engine. He was surprised to see the little train. What could be the conversation between the little train and the shiny new engine? നമ്മുടെ ലിറ്റിൽ ട്രെയിൻ എന്താണ്, സ്ഥലത്തൊക്കെ പോയി എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് തിരിച്ചു വരാണ്. അത് തിരിച്ചു വരുന്ന വഴിക്ക് നമ്മുടെ ഷൈനി ന്യൂ എൻജിൻ എന്ത് ചെയ്യാണ്, നമ്മുടെ ലിറ്റിൽ ട്രെയിൻ അവിടെ നിന്ന് കണ്ടു. ഓക്കെ, ലിറ്റിൽ ട്രെയിൻ എന്ത് ചെയ്തു, നമ്മുടെ ഷൈനി ന്യൂ എൻജിനെ കണ്ടു. ഷൈനി ന്യൂ എൻജിനെ കണ്ടപ്പോൾ ഷൈനി ന്യൂ എൻജിന് ഭയങ്കര അതിശയം, എങ്ങനെയാണ് ഈ മൂപ്പർ ഇവിടെ എത്തിയത്? ഞാൻ അവിടെ നിന്നും എന്താ പറയുക, കേടായി നിന്നതല്ലേ, ഇന്ന് ആരും സഹായിച്ചിട്ടില്ലായിരുന്നല്ലോ. അപ്പൊ ഭയങ്കര അതിശയം. അങ്ങനെ എന്തായാലും ആ ഒരു സമയത്ത് ഇവർ തമ്മിലുള്ള സംഭാഷണം എഴുതാനാണ് ഇവിടെ നമ്മളടുത്ത് പറയുന്നത്. ഒബ്വിയസ്ലി നമുക്കറിയാം നമ്മുടെ ഷൈനി ന്യൂ എൻജിൻ എന്തുണ്ടാവും, അതിശയം ഉണ്ടാകും, ലിറ്റിൽ ട്രെയിൻ എങ്ങനെ വന്നു എന്നുള്ളത് അല്ലേ. അപ്പൊ ഇനിയിപ്പോൾ താൻ സഹായിച്ചില്ല എന്നുള്ള കുറ്റബോധം ചിലപ്പോൾ എന്തുണ്ടാകും, ഉണ്ടാകാം. ലെറ്റ്സ് ഇവിടെ നോക്കാം, നമുക്ക് ഇങ്ങനെ എഴുതി തുടങ്ങാതെ. ബിഗിനിങ്. ഷൈനി എൻജിൻ പറയണ, ഹേയ്, നിങ്ങൾക്ക് ഹേയ് എന്നെഴുതാം, ഹായ് എന്നെഴുതാം, ഹലോ എന്നെഴുതാം, നോ മാറ്റർ. യു ആർ ഹിയർ, നീ ഇവിടെ ഉണ്ടോ? യു ആർ ഹിയർ, നീ ഇവിടെ എങ്ങനെ എത്തി? ഓ യെസ്, ഐ ആം ഹിയർ. യെസ്, ഞാൻ ഇവിടെ എത്തി. ഹൗ ഡിഡ് യു റീച്ച് ഹിയർ, നീ എങ്ങനെ ഇവിടെ എത്തിയത്? ഹൗ ഡിഡ് യു റീച്ച് ഹിയർ? എ ബ്ലൂ എൻജിൻ ട്രെയിൻ ഹെൽപ്ഡ് മീ, ഇറ്റ് പുൾഡ് മീ. അപ്പൊ എന്താ പറയുന്നത്, ഒരു ബ്ലൂ എൻജിൻ എന്ത് ചെയ്തു, എ ബ്ലൂ എൻജിൻ ട്രെയിൻ ഹെൽപ്പ് മീ, ഒരു നീല എൻജിൻ അല്ലേ, ഒരു കുഞ്ഞു ബേബി എൻജിൻ എന്ത് ചെയ്തു, എന്നെ സഹായിച്ചു. ഇറ്റ് പുൾഡ് മീ ആൻഡ് ഡ്രാഗ് മീ ടു ദ മൗണ്ടൻ, അതെന്നെ എന്ത് ചെയ്തു, അങ്ങ് വലിച്ചു കൊണ്ടുവന്ന. ഇറ്റ് പുൾഡ് മീ ആൻഡ് ഡ്രാഗ് മീ ടു ദ മൗണ്ടൻ, എന്നെ അങ്ങ് വലിച്ചങ്ങ് കൊണ്ടുവന്നു. ഷൈനി എൻജിൻ എന്താ പറയുന്നത്, ബ്ലൂ എൻജിൻ, ഓ ദാറ്റ് is a little train. How could it pull you? Blue engine, അവനെ ബേബി ട്രെയിൻ അല്ലേ, he is a baby train. How could it pull you? നിന്നെ എങ്ങനെയാണ് അവൻ പുൾ ചെയ്ത് കൊണ്ടുവന്നത് അല്ലേ? How could it pull you? നിന്നെ എങ്ങനെയാണ് ഇത് വലിച്ചു കൊണ്ടുവന്നത്? That's a baby engine. അതൊരു ബേബി എൻജിൻ ആണല്ലോ. ലിറ്റിൽ എൻജിൻ എന്താ പറയാ, yes but the blue engine tried hard. Yes, that's right, but the little blue engine, the baby train, it tried very hard അല്ലേ. ഭയങ്കരമായിട്ട് എന്ത് ചെയ്തു, അത് ശ്രമിച്ചതുകൊണ്ടാണ് എന്നെ അതിനെ കൊണ്ടുവരാൻ പറ്റിയത്. ഷൈനി എൻജിൻ എന്ത് പറയും, oh great, good to see you anyway, good to see you that you are back, good to see you, bye. ഇത്ര എഴുതിയാൽ മതി. അപ്പൊ എങ്ങനെ എത്തി എന്നുള്ളത് എന്ത് ചെയ്താൽ മതി, നമ്മളിവിടെ പറഞ്ഞാൽ മതി. ഓക്കെ, നമ്മുടെ ലിറ്റിൽ എൻജിന് എങ്ങനെ ഇവിടെ എത്തി എന്നുള്ളത് മെൻഷൻ ചെയ്യുക, നല്ല ഇതിൽ ഹൈ ബൈ പറയുക, എന്നിട്ട് എന്ത് ചെയ്യുക, പിരിങ്ങി പോവാം. അപ്പൊ ഇത് ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ പഠിക്കേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് ഇനി നമ്മൾ അടുത്ത പഠിക്കുകയാണെങ്കിൽ നമ്മൾ വേർഡ് പിരമിഡ്സ് എന്ത് ചെയ്യണം, നിർബന്ധമായിട്ട് നമ്മൾ പഠിക്കണം. ഇവിടെ നോക്കുക, read the following sentences from the story and not the words underlined. The little train carried good things to eat too. Big round oranges, fat red apples, long yellow bananas, fresh cold milk and lollipops to eat after dinner. Look at the word pyramid and make such word pyramids. നമ്മൾ വേർഡ് പിരമിഡ് എന്ന് പറയാൻ നമ്മൾ ഒരു നൗണിൽ നിന്ന് തുടങ്ങി, സിംഗിൾ വാക്കിൽ നിന്നും തുടങ്ങി നമ്മൾ അതിനൊരു കംപ്ലീറ്റ് സെന്റൻസ് ആക്കുന്നവരെ നമ്മൾ എന്ത് ചെയ്യാൻ പറയാം. ഓക്കെ, ഇവിടെ നോക്കുക, കാർ അല്ലേ, ഫസ്റ്റ് വൺ എന്താണ്, ഇറ്റ് ഈസ് കാർ. സെക്കൻഡ് വൺ എന്താണ്, ദി കാർ. നമ്മൾ അവിടെ എന്ത് ചെയ്തു, ഒരു ഡിറ്റർമിനർ കൊടുത്തു അല്ലേ, ദി കാർ. വെറും കാറല്ല, ഏതോ ഒരു പ്രത്യേക കാറാണ്. പിന്നെ നമ്മൾ എന്ത് ചെയ്യാണ്, ദി ബ്ലൂ കാർ. ഏതാണ് ആ പ്രത്യേക കാറ്, നമ്മുടെ നീല കാറ്, ദി ബ്ലൂ കാർ. ഓക്കെ, ഇനി നമുക്ക് എന്ത് എഴുതാം, ദ ബ്യൂട്ടിഫുൾ ബ്ലൂ
കാർ നല്ല ഭംഗിയുള്ള നീല കാറില്ലേ ദ ബ്യൂട്ടിഫുൾ ബ്ലൂ കാർ നല്ല ഭംഗിയുള്ള നീല കാറില്ലേ ദ ബിഗ് ബ്യൂട്ടിഫുൾ ബ്ലൂ കാർ പിന്നെ നമ്മൾ അവിടെ വീണ്ടും ഒരു പറഞ്ഞ അതിന്റെ സൈസ് അങ്ങ് കൊടുത്തല്ലേ അതിന്റെ സൈസ് കൊടുത്തു ദ ബിഗ് ബ്യൂട്ടിഫുൾ ബ്ലൂ കാർ എന്ന് നമ്മൾ എഴുതി അപ്പൊ ഇത് ഇനിയും വേണം നമുക്ക് ഇത് എന്ത് ചെയ്യാൻ പറ്റും വീണ്ടും 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 നമുക്ക് ഇത് എക്സ്പാൻഡ് ചെയ്ത് കൊണ്ടുപോകാം അപ്പൊ നമ്മൾ ഏകദേശം ആദ്യം ഒരു നൗണ് നമ്മൾ കൊടുത്തു പേന്ന് തുടങ്ങി നമ്മള് പിന്നെ നമ്മള് ആർട്ടിക്കിൾ അല്ലേ ആർട്ടിക്കിൾ പ്ലസ് നൗൺ നമ്മൾ കൊടുത്തു പിന്നെ നമ്മൾ അതിനൊരു ആഡ്ജക്റ്റീവ് കൊടുത്ത് അതിനൊരു വിശേഷണം കൊടുത്ത് അതിന്റെ കളർ മെൻഷൻ ചെയ്തു വീണ്ടും നമ്മൾ അവിടെ എന്താണ് ഒരു ആഡ്ജക്റ്റീവ് കൊടുക്കുകയാണ് ബ്യൂട്ടിഫുൾ ഭംഗിയുള്ള നീലക്കാറ് വലിയ ഭംഗിയുള്ള നീലക്കാറ് വീണ്ടും വീണ്ടും നമ്മളിങ്ങനെ ആഡ്ജക്റ്റീവ് കൂട്ടി 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 കൊണ്ടുവരുമ്പോൾ എന്താവും അത് സെന്റൻസ് ഇങ്ങനെ വലുതാവും നെക്സ്റ്റ് നോക്കുക നിങ്ങൾ ഉദാഹരണം വി ഹാഡ് ടു എക്സാമ്പിൾസ് ടു പ്രിപ്പയർ ഹിയർ വൺ ഈസ് ഓറഞ്ച് ദ സെക്കൻഡ് വൺ ഇറ്റ് ഈസ് എ ഫ്ലവർ നോക്കുക അവിടെ നമ്മൾ പറയാണ് ഓറഞ്ച് അല്ലേ നമ്മൾ നെക്സ്റ്റ് പറയാണ് ദി ഓറഞ്ച് നെക്സ്റ്റ് നമ്മൾ എന്താ പറയുക ദ ബിഗ് ഓറഞ്ച് നെക്സ്റ്റ് ദ ബിഗ് റൗണ്ട് ഓറഞ്ചസ് അപ്പോൾ ഓറഞ്ച് വി ഹാവ് ആൻഡ് the orange we have the big oranges we have the big round oranges we have അല്ലേ അപ്പോൾ ഇതേപോലെ നമ്മൾ എന്ത് ചെയ്യുക ആദ്യം നമ്മൾ നൗൺ എഴുതാം പിന്നെ നമ്മൾ നൗൺ പ്ലസ് ആർട്ടിക്കിൾ എഴുതാം നമ്മൾ പിന്നെ ആർട്ടിക്കിളിൻ്റെ കൂടെ നമ്മൾ അഡ്ജക്റ്റീവ്സ് ആഡ് ചെയ്യാം അടുത്ത എക്സാമ്പിൾ നോക്കുക ആപ്പിൾ ഇറ്റ്സ് ആൻ ആപ്പിൾ ആപ്പിൾ നമ്മളിവിടെ വെറും നൗൺ മാത്രമേ ഉള്ളൂ നെക്സ്റ്റ് എന്താണ് ആർട്ടിക്കിൾസ് പ്ലസ് നൗണ് പിന്നെ ഇവിടെ എന്താണ് ആർട്ടിക്കിൾ പ്ലസ് ആഡ്ജക്റ്റീവ് പ്ലസ് നൗണ് ഇവിടെ അതേപോലെ തന്നെ ആർട്ടിക്കിൾ ആഡ്ജക്റ്റീവ് പ്ലസ് നൗണ് അപ്പം നമുക്കതിൻ്റെ കളർ പറയാം നമുക്കതിൻ്റെ ഭംഗി പറയാം നമുക്കതിൻ്റെ സൈസ് പറയാം ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യാണ് ആ സംഗതിക്ക് ആ ഒബ്ജക്റ്റിന് നമ്മൾ കൂടുതൽ 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 വിശേഷണം പറയാം ഇപ്പം നമ്മൾ പറയാണ് സ്പെക്ടേക്കിൾ മിസ് പറയാണ് സ്പെക്ടേക്കിൾ കണ്ണടയാണ് അല്ലേ ദി സ്പെക്ടേക്കിൾ അപ്പൊ എന്തായി അടുത്ത സെന്റൻസ് ആയി ദി സ്പെക്ടേക്കിൾ പിന്നെ നമ്മൾ പറയാണ് ദി ബ്ലാക്ക് സ്പെക്ടേക്കിൾ അവിടെ നമ്മൾ ഒരു കളർ കൊടുത്തു പിന്നെ നമ്മൾ പറയാണ് ദി ബ്ലാക്ക് റൗണ്ടിൽ ഒരു ഓവലും അല്ലെങ്കിൽ സ്ക്വയർ ഒരു ഷേപ്പാണ് എന്നാൽ തൽക്കാലം ഞാൻ പറയുന്നുണ്ട് ദി ബ്ലാക്ക് റൗണ്ട് സ്പെക്ടേക്കിൾ അല്ലേ കറുത്ത വട്ടത്തിലുള്ള കണ്ണാട അതേപോലെ തന്നെ ഉള്ളൂ നമുക്ക് അതിന് വീണ്ടും വീണ്ടും എന്ത് ചെയ്യാൻ പറ്റും നമുക്കത് കൂട്ടാൻ പറ്റും നെക്സ്റ്റ് നോക്കുക നമ്മുടെ ബനാനാസിൻ്റെതാ ബനാനാസ് ദി ലോങ് യെല്ലോ ബനാനാസ് സിമ്പിൾ ഓക്കെ ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യണം വേർഡ് പിരമിഡ്സ് നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ പഠിക്കണം ഓക്കെ വേർഡ് പിരമിഡ്സ് നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ പഠിക്കുക ഓക്കെ അപ്പോൾ വേർഡ് പിരമിഡ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്തായാലും നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ പഠിച്ചിരിക്കണം ഇത് പഠിക്കാതെ നിങ്ങൾ എന്ത് ചെയ്യരുത് പോകാൻ പാടില്ല അടുത്ത് നോക്കുക ദി ഫ്രഷ് കോൾഡ് മിൽക്ക് അല്ലേ the fresh cold milk okay so ഇത്രയും കാര്യം നമുക്ക് എന്തുള്ള ഇന്ന് പഠിക്കാനുള്ളത് അപ്പോൾ ഇതെന്ത് ചെയ്യുക നിങ്ങളെല്ലാവരും നിർബന്ധമായിട്ട് നിങ്ങൾ പഠിക്കണം ബാക്കി എന്തുണ്ട് ഒത്തിരി ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാനുണ്ട് ആ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മുടെ മാത്തും ലൈവിലൊക്കെ നമ്മൾ എന്ത് ചെയ്യും നമ്മൾ പഠിക്കും ഓക്കെ അപ്പോൾ ഇപ്പം നമ്മൾ എന്ത് ചെയ്യണം വി സ്റ്റോപ്പ് ഹിയർ സോ താങ്ക് യു ആൻഡ് സീ യു ഇൻ അവർ ലൈവ് ബൈ